ഒമാനിലൊരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒമാനിൽ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് പോലും ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഇതിനു മുന്നേ ഞാൻ പറയില്ല, ഞാനൊരു 6 മാസം ഇബ്രിയിൽ, ഒമാനിലെ ഇബ്രി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു. അവിടുത്തെ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ അതൊരു പോളി ക്ലിനിക്കാണ്. അവിടെ വിസ മെഡിക്കലും ജനറൽ ലാബും ചെറിയൊരു ക്ലിനിക്കും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ പെൺകുട്ടികളെ പുറത്തേക്ക് വിടത്തേയില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ, ഈവൻ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ പോലും വണ്ടി, ക്ലിനിക്കിൻ്റെ വണ്ടി ഉണ്ടാവും. അതിൽ ഡ്രൈവർമാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അസൈൻ ചെയ്തേക്കുന്ന ഡ്രൈവർമാർ ആരാണോ അവരുടെ കൂട്ടത്തിൽ പോകാനേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അവർ ഷോപ്പിങ്ങിന് കൊണ്ടുവന്ന ഫ്രൈഡേ മാത്രമേ ഉള്ളൂ എല്ലാവരുടെ ഒരുമിച്ച് ഒരു ദിവസമേ കൊണ്ടുപോകത്തുള്ളൂ. അതടുത്ത് അവിടെ ലൂലു ഉണ്ടാവും. പിന്നെ മക്ക എന്ന് പറയുന്ന മാർക്കറ്റ് ഉണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും നേരത്തെ. ആ സ്ഥലത്തേക്ക് മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ മേടിക്കണം. അത് ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിതുപോലെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു അമ്പലം ഉണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പോകാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും. കാരണം ഒന്നാമത് ഇവിടെ ഇങ്ങനൊരു ഇസ്ലാമിക് കൺട്രി ആയിട്ടുള്ള ഇവിടെ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പം പോകാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനും എൻ്റെ 3 ഫ്രണ്ട്സും കൂടിയാണ് പോയത്. നമ്മളൊരു ഇവിടുന്ന് ഒരു 5:30 കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. ഒരു 1/4 മണിക്കൂർ അത്ര ഉണ്ടായിരുന്നുള്ള യാത്ര. മത്ര എന്ന് പറയും, ഒമാനിലൊരു മത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ശിവക്ഷേത്രം ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കടൽ തീരമുണ്ട്. അവിടുന്ന് ചെറിയൊരു റോഡൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന് കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നു. പക്ഷേ അവിടെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പെർമിഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തൊഴുതിറങ്ങി കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത്, പിന്നെ പ്രസാദം ഉണ്ടായിരുന്നു. മെന്തുവടയും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ചേർത്തിട്ടായിരുന്നു അവിടുത്തെ പ്രസാദം. പിന്നെ റൂമിൽ തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് നേരം ആരി വർക്കിൻ്റെ പ്രാക്ടീസ് ചെയ്തു. അത് ബീഡ്സ് വർക്കാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെറിയൊരു ഇലയുടെ ഡയഗ്രാം വരച്ചിട്ട് അതിന് എഡ്ജിൽ കൂടെ ബീഡ്സ് വർക്ക് ചെയ്തു. പിന്നെ അതിനകത്തുള്ള വെയിൻസ് ഇല്ലേ, ഇലയുടെ വെയിൻസിനകത്ത് നമ്മൾ ഒരു ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ച് ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തു. സ്പീഡൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നിരന്തരം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതുപോലെ സ്പീഡൊക്കെ ആവുന്നത്. ആദ്യം ഷുഗർ ബീഡ്സ് വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ വലിപ്പമുള്ള മുത്ത് തന്നെ എടുത്തു. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ ചെയ്തു. ഓരോരോ മുത്ത് വെച്ച് 2 മുത്ത് വെച്ചൊക്കെ കോർത്തത്. ഒരുപാട് നല്ല പെർഫെക്ഷനൊന്നും ആയില്ലെങ്കിലും അത്യാവശ്യം ചെയ്യാൻ പറ്റി. ഇനിയും നിരന്തരം പ്രാക്ടീസിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരുപാട് യൂട്യൂബ്സ് ഇതിൻ്റെ ആരി വർക്കിന് തന്നെ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അതിലുണ്ട് തമിഴ് ചാനലുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ നമ്മുടെ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഇടുന്നുണ്ട്. അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ആരി വർക്ക് പഠിക്കുന്നത്. ഞാൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് മീൻസ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. അന്നേരമാണ് ഇങ്ങനൊരു ഇൻട്രസ്റ്റ് വന്നത്. അതിനകത്ത് നമുക്ക് ഈ ആരി വർക്ക് ഇൻക്ലൂഡഡ് ആണല്ലോ. അന്ന് ജസ്റ്റ് ഒരു ബേസിക് നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളിതിൻ്റെ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് പതിയെ മറ്റേ യൂട്യൂബ്സൊക്കെ നോക്കി പ്രാക്ടീസ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.